തുടക്കത്തിൽ തന്നെ കേരളത്തിന്റെ ഇടതുപക്ഷ യാത്രികനായി മുന്നോട്ട് പോയ മാത്രമല്ല പാർട്ടിയുടെ അംഗവും കൂടിയായിരുന്നു റെജി ലൂക്കോസ്. ഇപ്പോൾ BJP-യിൽ ചേർന്നിരിക്കുന്നു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ് നമ്മളോടൊപ്പം. പ്രശാന്ത്, രാഷ്ട്രീയം മാറുക അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതൊന്നും നടക്കാത്ത കാര്യമോ അസംഭവ്യമോ ഒന്നുമല്ല. പറയുന്ന കാര്യങ്ങൾ അതേ സമയത്ത് തൊട്ടടുത്ത നിമിഷം മാറ്റി പറയുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ഒരു രാഷ്ട്രീയ ബോധ്യം എല്ലാവർക്കും ഉണ്ടാകുമല്ലോ, വളരെ വ്യക്തിപരമായി തന്നെ. എപ്പോഴാണ് ഈ തീരുമാനമുണ്ടായത്? മറ്റു വിവരങ്ങൾ? 35 വർഷമായി ഇടത് സഹയാത്രികനായിരുന്ന റെജി ലൂക്കോസ് ഈ 11 മണിവരെ CPM-ന് വേണ്ടിയാണ്, ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് വാദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് 11 മണിക്ക് ശേഷം അദ്ദേഹം BJP-ആയി മാറിയിരിക്കുന്നു എന്ന പ്രഖ്യാപനം കൂടിയാണ് മാരാർജി മന്ദിരത്തിൽ നടന്നിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റെജി ലൂക്കോസിന് ഷോൾ അണിയിച്ച്, BJP-യുടെ ഹരിതവർണ്ണ ഷോൾ അണിയിച്ച് ഈ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല റെജി ലൂക്കോസ് പ്രഖ്യാപിച്ച താൻ ഇപ്പോഴും താൻ നിലവിൽ CPM-ന്റെ അംഗമാണ്. ഈ നിമിഷം മുതൽ അദ്ദേഹം BJP-ആയി മാറിയിരിക്കുന്നു. മാത്രമല്ല ഇനി BJP-ക്ക് വേണ്ടിയായിരിക്കും തന്റെ സംസാരം എന്ന കാര്യവും അദ്ദേഹം പറയുന്നു. ടെലിവിഷൻ ഇന്ന് രാവിലെ തന്നെ പല ടെലിവിഷൻ ചർച്ചകളിലും അദ്ദേഹത്തെ ഇടതുഭാഗം വിശദീകരിക്കാനായി വിളിച്ചപ്പോഴും താൻ ഈ സൂചന നൽകിയിരുന്നു അദ്ദേഹം പറയുന്നു. അതിന് അദ്ദേഹം പറയുന്നൊരു കാരണം, താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ താൻ ഉൾപ്പെടുന്ന പ്രസ്ഥാനം കഴിഞ്ഞ കുറച്ച് നാളുകളായി ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP ഒരു വർഗീയ പാർട്ടിയാണ് എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോഴും അദ്ദേഹം തനിക്കതിൽ എന്ന് പറഞ്ഞ് ചേർത്ത് വെച്ചാണ് താൻ ഉൾപ്പെടുന്ന പ്രസ്ഥാനം ഇങ്ങനെ ഒരു ധ്രുവീകരണം നടത്തുന്നു. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളും, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും താൻ യാത്ര ചെയ്തപ്പോൾ വികസനത്തിന്റെ വലിയ കാഴ്ചകൾ കാണാൻ സാധിച്ചു എന്നത് പറഞ്ഞാണ് താൻ ഇനി മുതൽ തന്റെ ഇനി വികസനത്തിന്റെ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞാണ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തുന്ന വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിന്റെ ഭാഗമായി താൻ BJP-ക്ക് വേണ്ടി ഇനി സംസാരിക്കും, BJP-ആയി ഇന്നു മുതൽ. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ റെജി ലൂക്കോസ് BJP-യിൽ ചേർന്നതിന് ശേഷം സംസാരിക്കുന്നുണ്ട്, കേൾക്കാം. നിങ്ങളെ പലരുടെയും ക്യാമറ എന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ചെറിയ വാക്കുകളിൽ അവസാനിപ്പിക്കുകയാണ്. ആശയപരമായ രീതിയിൽ കുറെ നാളുകളായിട്ട് എന്റെ മനസ്സിൽ തോന്നി തുടങ്ങിയത്, കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല ഇനി അവസരം. ഇവിടുത്തെ പുതിയ തലമുറ നാടുവിടുന്നു, അവരെ ഇവിടെ പിടിച്ചു നിർത്തണം. പഴയ ദ്രവിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ളൊരു വൃദ്ധസദനമായിട്ട് മാറും. അതിന് BJP-യുടെ ദേശീയ നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറെ നാളുകളായിട്ട് പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറെ നാളുകളായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന വികസനം എന്നെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വികസനം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി നമുക്ക് വേണ്ടത്, പണ്ട് BJP-യെ കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ എന്റെ പാർട്ടി കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് കേരളത്തിൽ നടത്തുന്ന വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ വ്യതിയാനം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആശയങ്ങളുടെ പേരിൽ അത് BJP പകർന്നു നൽകുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ള ചിന്തകളും അവരുടെ ഇംപ്ലിമെന്റേഷനും, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തെ നയിക്കുന്ന BJP-യുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയുടെ ആശയങ്ങളിലൊക്കെ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞാനും തീരുമാനിച്ചു. ഞാൻ എന്റെ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു. ഞാൻ പാർട്ടി മെമ്പറാണ്. കുറെ നാളുകളായിട്ട് തന്നെ ഈ ആശയം മുന്നിലുണ്ട്. അങ്ങനെ എന്നെ BJP-യിലേക്ക് ക്ഷണിച്ചു. എനിക്കിപ്പോൾ മെമ്പർഷിപ്പ് നൽകി, ഷാളിട്ട് അണിയിച്ചു. ഇന്നീ നിമിഷം മുതൽ എന്റെ വാക്കുകളും എല്ലാം പ്രവൃത്തികളും BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അത് കേരളത്തിൽ വിജയത്തിലേക്ക് എത്തി, കേരളത്തിന്റെ ഭരണം കേരളത്തിൽ കയ്യേറാതെ നിന്ന് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കോട്ടയം ഭാഷയാണ്, നിങ്ങൾ അതിനെ പ്രതികരിക്കുന്നതായിട്ടായിരിക്കണം. BJP-ക്ക് വേണ്ടി ഒരു ശബ്ദമായിട്ട് അവസരം കിട്ടി ഇനി മാറും കേരളം. ഇനി ആവശ്യം നമുക്ക് ഈ അധപ്പതിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതികളല്ല, വികസനത്തിന്റെ ഡെവലപ്മെന്റ്സിന്റേതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതിന് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരജിയുടെ ആശയങ്ങളോടും BJP-യോടും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നത്. ഞാനും സുരേഷൊക്കെ എത്രയോ വർഷങ്ങൾ സംവാദങ്ങളിൽ ഏർപ്പെടുന്നു. അവർക്കെല്ലാം ഒരുപാട് നന്ദി പറയുന്നു. ഇന്നീ നിമിഷം മുതൽ ഇപ്പോൾ എന്നെ ഒരു ചാനൽ വിളിച്ചു ഇന്ന് സംവാദത്തിന്. അപ്പൊ ഞാൻ പറഞ്ഞു, സോറി, ഇന്നു മുതൽ എന്റെ ശബ്ദം വേറെ ആയിരിക്കും, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കള്, എനിക്ക് സപ്പോർട്ട് തരണം. BJP-യുടെ മുന്നോട്ടുള്ള വളർച്ച വലിയ ഗംഭീരമായിരിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ എന്താ പറയാ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ BJP കുടിയേറി കഴിഞ്ഞു. പലരും
പരസ്യമായിട്ട് പറയാൻ മടിക്കുകയാണ്. ഇനിയൊരു ഒഴുക്ക് BJPയിലേക്ക് കേരളത്തിൽ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാളുകൾ കേരളം BJPക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എന്നെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ഇതിന് അംഗത്വം നൽകുകയും എന്നെ ഈ സദസ്സിൽ ആദരിക്കുകയും ചെയ്ത BJPയുടെ സമന്വയ നേതാക്കൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്രതീക്ഷിതമായ ഒരു രാഷ്ട്രീയ മാറ്റമാണ്. ഇന്ന് രാവിലെയും മാധ്യമങ്ങൾ ചർച്ചകൾക്ക് ക്ഷണിക്കുന്നുണ്ട്. 2-3 ദിവസം മുമ്പാണ് മാതൃഭൂമിയിൽ അതിഥിയായിരുന്നത്. നമുക്ക് അവിശ്വസനീയമെന്ന് തോന്നുന്ന നോക്കൂ, നമ്മളൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ്, ഔദ്യോഗികമായ പാർട്ടിയുടെ പാനലിസ്റ്റാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന് ആ പാർട്ടിയുമായുള്ളൊരു കമ്മിറ്റ്മെന്റ്, ഉത്തരവാദിത്തം, പാർട്ടിയെ ഏൽപ്പിച്ച ദൗത്യം എന്നതൊക്കെയുണ്ട്. പക്ഷെ ഒരു സഹയാത്രികനായി പ്രവർത്തിക്കുന്ന ഉത്തമ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയാണ്, വളരെ വ്യക്തിപരമായ തീരുമാനം ആണ് ഞാൻ ഈ രാഷ്ട്രീയ ധാരയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ളത്. അവർക്ക് കുറച്ചുകൂടി, അതായത് ഉത്തരവാദിത്തങ്ങൾക്കപ്പുറത്ത് മാനസികമായ രാഷ്ട്രീയമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവർ സംസാരിക്കുന്നത്. ആ ബോധ്യം മാറുക എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. പക്ഷേ അത് സാധ്യമാവുകയാണ്. അത് സാധ്യമാവുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും റെജി ലൂക്കോസ് BJPയിൽ ചേർന്നിരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. BJPക്കെതിരായ വർഗീയ ആരോപണങ്ങൾ അദ്ദേഹം നിഷേധിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ കാലത്തായി CPM ആണ് ഏറ്റവും കൂടുതൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നത് എന്ന ആദ്യ വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു.